ഇണ്ട് ഉസ്താദുമാരുടെ ഒരു ധാരണ ഉണ്ട്. അതായത് അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാ ഉമ്മത്തിക്ക് അംബിയായ ബനി ഇസ്രായേൽ ഇന്നി ബുയിത്തു മുഅല്ലിമ. ഈ ചൊന്ന അൽ മുഅല്ലിമു അൽ ഉലമാവ് ചൊല്ലത് നങ്ങായിട്ടിട്ടുണ്ട്. അഥവാ ഈ പള്ളി ദർസിൽ പണിയെടുത്തോണ്ടുള്ള മുദരിസുമാർ മുഅല്ലിമീങ്ങൾ ഖത്തീബുമാരായിട്ടിട്ടുണ്ട് ചൊല്ലൊരു ഒരു ധാരണ അവകാശവാദം അങ്ങനെ ഉണ്ടു. അപ്പോൾ വാസ്തവത്തിൽ ഇത് അല്ല, ഇതിരെ ಅದಕ್ಕೆ നേരെ വിരുദ്ധമായിട്ട് കിടന്നത്. അല്ലുലമ ചൊല്ലുമ്പമേ അവിടെ അല്ലിട്ടത് ചൊല്ലേ. ഖുർആനിലുള്ള ആയത്തെടുത്ത് നോക്കിയെങ്കും ഹദീസിലെല്ലാം നോക്കിയെങ്കും അൽ ഉലമ ഉണ്ട്. അൽ ഉലമ അൽ ആലിമു അൽ ആരിഫു ബില്ലാഹ്, അള്ളാഹുടെ അറിഞ്ഞ ആൾമാർ ഉണ്ട്. അപ്പോൾ അള്ളാഹുടെ അറിഞ്ഞ ആൾമാർ ചൊല്ലുമ്പോൾ അത് അമ്പിയാക്കളും ഔലിയാക്കളും അങ്ങനെ ആയിട്ട് നമ്മളെ വാരിസായിട്ട്. അപ്പം അൽ ഉലമ വറസത്തുൽ അംബിയ ചൊല്ലുമ്പോൾ ഈ അൽ ഉലമാവിൽ പെട്ട് അൽ ആരിഫു ബില്ലാഹിത്തുള്ള ആ ആലിമീങ്, അതാറ് മശായിഖന്മാർ ഔലിയാക്കന്മാർ. അപ്പം ಅಂಕುಳ್ಳ ಇರಾಸತ್ ಅಂಕುಳ್ಳ ಅನಂತರಾವಕಾಶ ಎಂದರೆ ಅಂಬಿಯಾಕಲ್ಗಿನ್ನದು ಅಂಬಿಯಾಕಲ್ಗೆ ಮೊಜಿಸತಿಂತು ಆ ಪ್ರತ್ಯೇಕമായ ಮೊಜಿಸത്ത് ഔലിയാക്കന്മാരോടൊക്കെ എത്തുമ്പോൾ അത് കറാമത്തായിട്ട്. അപ്പം അമ്പിയാക്കൽക്കിൻ്റെ മൊയ്സത്ത് എന്നുള്ള ഒരു അവകാശം അനന്തര അവകാശമായിട്ട് അത് ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് കിട്ടും. അതുപോലെ അങ്ക് വഹിയുണ്ട്, അള്ളാഹുടെ പ്രത്യേകമായ വഹി അള്ളാഹുട്ടിಗೆ നിരന്തരമായി തങ്ങ സമ്പർക്കത്തിലിരിക്കുക, സമ്പർക്ക പളക്ക പറഞ്ഞുകൊണ്ടിരിക്കുക അമ്പിയാക്കന്മാർ. ആ വഹി ഔലിയാക്കന്മാർക്കാവുമ്പോൾ വഹിയുള്ള ഔലിയാ അൽ ഇൽഹാം, ഇൽഹാമായിട്ട് അള്ളാഹുരൊട്ടിಗೆ ഇൽഹാം ചൊല്ലൊരു പേര് സാധന ഒന്നേ, പേര് മാത്രം വ്യത്യാസം അവിടെ. അപ്പം അമ്പിയാക്കൽക്കുള്ളേ വഹിയു ഇവിടെ ഇൽഹാമാവുടു, അമ്പിയാക്കൽക്കിൻ്റെ മൊയ്സത്തൂടെ കറാമത്താവുടു. അവിടെ ചൊല്ലുമ്പോൾ ഞങ്ങൾ നബിയുള്ള ആണ്ട് ചൊല്ലും, അള്ളാരെ നബി. ഇവിടെ ചൊല്ലുമ്പോൾ വലിയുള്ള അള്ളാരെ വലിയ. അതേപോലെ മൊയിലാറുള്ളാണ്ട് ചൊല്ലേ. അപ്പം അമ്പിയാക്കൽക്കുള്ളേ ഇറാസത്ത് അനന്തരാവകാശം എല്ലാം കിട്ടണത്. കിട്ടാതെ അവർ വസ്തു ഇല്ലാതെ ഞങ്ങൾ അനന്തരാവകാശ ഇപ്പം ബാപ്പ മരിച്ചിട്ട് ബാപ്പരെ സ്വത്ത് മോണുക്ക് കിട്ടിയെങ്കിലേ നക്ക് അനന്തരാവകാശം കിട്ടിയിട്ടുണ്ട്. ഒരവകാശം ഇല്ലാതെ ഞാൻ അനന്തരാവകാശം എന്നെങ്കിൽ അതാവില്ല, അതിക്ക് ഒരു അർത്ഥം. ഇപ്പൊ ഈ ഉസ്താദന്മാർ ചൊല്ലേക്ക് മെയിൻ മാനദണ്ഡം ഞങ്ങൾ ഇൽമു പഠിപ്പാട്ടല്ലേ, ഞങ്ങൾ മക്കൾക്ക് മദ്രസയിൽ ഇൽമു പഠിപ്പാട്ടി കൊടുക്കറ. ഞങ്ങൾ പള്ളി അസറുണ്ട് കത്തിബായി തിന്നങ്ങ ചൊല്ലിട്ട് ഞാൻ ആൾമാർക്ക് വാതു ചെന്ന് കൊടുക്കും, ഇൽമു പഠിപ്പാട്ടി കൊടുക്കണേ നല്ലാക്കണേ. അപ്പൊ ഈ ഇൽമു ചൊല്ല ഒരു ആർക്കുണ്ട്, അമ്പിയാക്കൾക്കുണ്ട്. അത് ഞങ്ങൾക്കൊണ്ടുണ്ടാണ് ഇങ്ങളൊരു ധാരണ. കൂടെ വാസ്തവത്തിൽ അമ്പിയാക്കൾക്കുള്ള ഇൽമല്ല ഇങ്ങളെ ഇൽമ അല്ലേ? അമ്പിയാക്കന്മാർക്കുള്ള ഇൽമിങ്ങാണ്ടായെങ്കിൽ ഇപ്പൊ സക്കറിയ സ്വലായിയുടെ പോലത്തെ വഹാബിമാര്, അതുപോലത്തെ അങ്ങനെ വേണ്ട അങ്ങനെ അബ്ബരബ്ബായ ഇബ്നു തൈമിയ വരെ ആ മനുഷ്യന്റെ ഇൽമു പഠിച്ചിട്ടില്ലേ? എത്ര വലിയ ആലിമുണ്ട് ചൊല്ലേ. അയാൾ പഠിച്ച ഇൽമും അയാൾ എഴുതി കിതാബെല്ലാം നോക്കിയെങ്കിൽ നെയിൽ നദിക്ക് വലിയ സംഖ്യ കെട്ട അത്രയും കിതാബ്. അത് മാത്രമല്ല അയാൾ മരിച്ചപ്പ അയാളെ മയത്ത് ഉൽപാടി തന്നി ആൾമാര് കുടിക്കുകയായിട്ട് അപ്പുറം ഫൈറ്റിംഗ് ആക്കിക്കൊണ്ടിരുന്ന ചരിത്രത്തിലുണ്ട്. അത്ര വലിയ ആലും അയാളെ കുറിച്ചൊരു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്തിനാണ്? അയാൾക്ക് എന്തെങ്കിലും കിട്ടിയ ഇൽമോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ ആ ഇൽമ എന്തല്ല അമ്പിയാക്കൽ കിട്ടിയ ഇൽമല്ല. അതിൽ നമുക്ക് പിന്നെ ചൊല്ലു ഒന്നും കൂടി കടന്നപ്പുറം ചൊല്ലണ്ടെങ്കിൽ ഈ കിതാബ് പഠിച്ച ആൾമാരായിട്ട് ഇവിടെ മൊയിലാമാരാണ് നിങ്ങൾ ആലിമ ചൊന്ന് നടക്കരുത്. ഇപ്പൊ മുഷാവറുള്ള വലിയ വലിയ മൊയിലാമാർ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ മുഷാവറുള്ള മൊയിലാമാറും ആ ഒരു ആംബ്ലേറ്റ് കച്ചവടാക്കണം, അല്ലെങ്കിൽ പള്ളിയിലുള്ള മുദരിസും അതേ പള്ളി കൽക്കരെ ഒരു സാധാരണക്കാരും അള്ളാഹുടെ സംബന്ധിച്ചിടത്തോളം രണ്ടാൾ ഒരുപോലെ വ്യത്യാസം. മാത്രല്ല അള്ളാഹിനെ മുട്ട ചിലപ്പോ സ്ഥാനം ഇൻകേക്കും ഈ റോഡ് സൈഡിൽ പാണിയാക്കിരവണക്കും, അതേപോലെ പള്ളിയിൽ തണ്ടാസ്മ ക്ലീനാക്കിരവണക്കും. അല്ല അത് നിങ്ങൾ ചൊന്ന് ശരി കണ്ടാക്ക്. കാരണം എന്താ തോന്നുന്നുണ്ട ഞങ്ങ ഈ അമ്പിയാക്കൾ അനന്തരാവകാശികളുടെ വാദം എങ്ങക്കില്ല. കാരണം ഇത് ഏതുപോലെ അവിടെ ഈ വാദം എന്നെങ്കിൽ അണ്ട് മുസൈലിമത്തുൽ കദ്ദാബ് നാളെ നബീണ്ട് ചെന്ന് വാദിച്ചോ വന്ന അത് എത്ര തപ്പായിട്ടിക്കട് അതേ തപ്പായിട്ടിക്കട് ഈ മൊയിലമാർ ഞങ്ങൾ അനന്തരാവകാശി വാദിക്കുമ്പോൾ അതേ സമയത്ത് ഇപ്പൊ ഈ പള്ളി കളിக்கிறവണ് പള്ളിക്ക് തണ്ടാസ് കളിக்கிறവണ് ചൊല്ലുന്നേ ഞാൻ പള്ളിക്ക് ഹിദ്മത്ത് എടുക്കുന്ന ഒരു പാവത്തെ മനുഷ്യ ഈ പള്ളിക്ക് മിമ്പറപ്പത്തിരി കുത്തുപോകുന്ന മേലെ കത്തിപ്പിരിക്കുന്നേ നണ്ടി ചെന്നിട്ട് നല്ല അവിടെ ഇറക്കി ഞാൻ നല്ലൊരു മനുഷ്യ ഞാൻ നല്ല ഇങ്ങനെയുള്ള നല്ല ആക്കരേ. യഥാർത്ഥത്തിൽ ഓടെ മനസ്സിലുള്ള തിരക്കി വേറെ ആർക്കും വെക്കാതെ
അത്ര വലിയ കിവർ വെച്ചിട്ടാണ് ആൽമാരയുടെ അപ്പൊ ഒരു വലിയ ആലിമായിട്ട് മൊത്തത്തിൽ അതായത് ചൊല്ലുമ്പോ ഞങ്ങൾ ചൊല്ലി ഇങ്ങനത്തെ വാദമുള്ള ഉസ്താദന്മാരും എല്ലാവരും വെച്ചിട്ട് ചൊല്ലല്ല. അതേ സമയത്ത് മശായിഖന്മാരെ ഹദറത്തിൽ വന്നിട്ട് തല കുണിച്ച് തെച്ച് ആലിമീങ്ങാണെന്നും കൂടെ എത്രമാവുള്ള മുഷാവറിലുള്ളങ്ങമേ ഉള്ള ഉള്ളാറ്. ഔലിയാക്കന്മാരെ മഷായിഖന്മാരെ മുന്നോട്ട് വന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ നിർദ്ദേശനത്തിലെ ജീവിക്കുക ನಾನು ಯಥಾರ್ಥ ಆಲಿಮು ಜೊಂದಿಟ್ಟುಲ್ಲ ಆ ഒരു മനോഭാവം ഉള്ളവൻ മാത്രം ನಾನು ഇപ്പൊ ചർച്ച ആയിക്കൊണ്ടില്ല അല്ലാതെ എത്ര മാപേര് വലിയ പണ്ഡിതന്മാര് മഷായിഖന്മാർ അല്ലത്തിൽ പോയുള്ളാരല്ലേ അവിടെ കാല് ചുംബിக்கிறവங்க ഇങ്ങ ചൊന്ന ഞങ്ങൾ പഠിച്ച ഈ ദർസും മദ്രസ 10 വർഷം പഠിച്ച് ഈ സനത് കിട്ടിയ ഞങ്ങൾക്ക് ഡിഗ്രി കിട്ടിയതും ഞങ്ങൾ പഠിപ്പാട്ടെ മദ്രസ ഇൽമ ഞങ്ങൾക്ക് മൈ ആയിരത്തി ഇബാദത്ത് മൈ ഒരു മഷായിഖ് വേണ്ട എന്ന വാദമുള്ള മൈലാമാരെ വിഷയത്തിലാണ് ഇതിങ്ങനെ പഠിച്ചത്. ചില ആലിമിങ്ങ മുഷാവറിലുള്ള ആലിമിങ്ങ ಅಂತ ചൊല്ല മുഷാവർ ഇപ്പൊ AP സമസ്തയിലുള്ള മുഷാവറ അതിലുള്ള ചില ആലിമിക്ക് ഒരു വാദമുണ്ട് ഇൽഹാമു തെളിവല്ല സറേ ಬಂದರಮೇ വായി ഇൽഹാം മുഖാന്തര ഇൽഹാം നിഷേധാക്കാൻ ഉണ്ടായെങ്കിൽ എത്ര മാലകൾ എല്ലാം നിഷേധിക്കേണ്ടി അപ്പൊ ഇത് ചൊല്ലി എന്തിരിക്കു ചെന്നെങ്കിൽ എനിക്ക് ഏതായെങ്കിൽ ഇൽഹാം പണ്ടില്ല അപ്പൊ ഇൽഹാം നിഷേധിച്ചെങ്കിൽ നാണൊരു ആലിമാവല്ലേ ഞാൻ ആലിമായിട്ടുള്ള ആൾറെഡി അപ്പൊ ഇല്ലാം നിഷേധിച്ച് ഇപ്പൊ ഇല്ലാം ഉണ്ട് ചെന്നെങ്കിൽ ആ കേക്കില്ലേ ഇല്ലാം എന്തിനു വന്നത് അത് കേട്ട് ഇല്ലാം എന്താക്കര് മൂലകും പാകി വെച്ചിട്ട് നിങ്ങൾ ഒരു വലിയ ആൾമാർ നങ്ങമേ അവകാശവാദാക്കര് ചില എല്ലാരും ചില ആ ഒരു വാദം ചില മൂലാക്കന്മാർ ടോട്ടലായിട്ട് അൽ ഉലമാ വറസത്തുൽ അംബിയാ ചൊല്ലത് ഇവിടെ ഉള്ള ഈ തലയെക്കെട്ട് കെട്ടിയം ബെൽത്ത് ഡ്രസ് ഇട്ട് ഈ യൂണിഫോം ഇട്ട് നടക്കുന്ന മൊയിലാമാർ ഒർക്കും അല്ലേ അതാണ് നമുക്കതിൽ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ അൽ ഉലമാ ചെന്നെങ്കിൽ അത് ഔലിയാക്കന്മാർ